ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വീട്ടിലും അല്ല, വാഷ്റൂമിലും അല്ല, ഒരിടത്തും അല്ല, ഇത് കാറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബിക്കോസ് ഞാനിപ്പോഴാണ് ഓർത്തത്. ഞാൻ എൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോവാണ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആൻഡ് ഐ ഹവ് നോൺ ഹിം ഫോർ ലൈക്ക് എൻ ഇയർ നൗ, ബട്ട് മീറ്റിംഗ് ഹിം ഫോർ ദ ഫസ്റ്റ് ടൈം. ഞങ്ങളുടെ ഈവെൻറ്റ് ഇന്നാണ്, ആവേശം 25 ഓണം സെലിബ്രേഷൻ. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ബിക്കോസ് ഐ കീപ്പ് ഓൺ വെറുപ്പിക്കൽ like I've keep on doing that stuff for like a month now. അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും സ്റ്റോറിയിലും എല്ലൊക്കെ ഉണ്ടാവും. So I'm taking an Uber now and I'm gonna meet him and I'm gonna pick him from the train station. And then നമ്മൾ പോയി ഓണപ്പരിപാടിക്കുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. And talking about this person, we'll be meeting soon and we'll talk more about him on ഇപ്പം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. കാരണം ഐ തോട്ട് ഓഫ് ഗോയിങ് ഏർലി ആൻഡ് ദെൻ വെൽക്കമിങ് ഹിം ലൈക്ക് യു നീഡ് ടു, ബട്ട് ഒന്നും പറ്റിയില്ല. ബിക്കോസ് യൂഷ്വലി നമ്മളിപ്പോൾ അടുത്താണ് താമസിക്കുന്നതെങ്കിൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം പോയി വരാം. ബട്ട് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ആൻഡ് ദെൻ ഐ caught in some calls and stuff. So അതുകൊണ്ട് ഞാൻ ലേറ്റായി. പിന്നെ പുള്ളിക്കാരൻ വിളിച്ച് ഞാനിവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഹൗ ബാഡ് ഇറ്റ് വാസ് ടു മേക്ക് ഹിം വെയിറ്റ്. ബട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നടക്കുന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഊബർ എടുത്ത് പോകുന്നതിനേക്കാളും നടന്നു പോയാൽ മതിയായിരുന്നു. എൻ്റെ പൊന്നുണ്ടായിരുന്നു, എനിക്കറിയാൻ പാടില്ല. So I'm super excited, but also I can't get that whole excitement in me because I'm super late. കാണുന്നുണ്ടോ? നമ്മൾ എടുക്കും, പിക്ക് ചെയ്യും, പോയി ഡ്രസ്സൊക്കെ സെറ്റാക്കണം. ആൻഡ് ദെൻ വിൽ ഗോ ഫോർ ദി ഓണം പ്രോഗ്രാം. ഓണം പ്രോഗ്രാം ഇസ് ഫ്രം 11 AM to 8 PM. ഹോൾ ഓണം വൈബ് ഒക്കെ കിട്ടും എന്നാണ് എനിക്കൊരു വിശ്വാസം. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഓണം സദ്യ കൂടാതിരിക്കുന്നത് ഈ കൊല്ലം. സോ ഐ ഹവ് ബുക്ക്ഡ് ഫോർ സദ്യ ആസ് വെൽ. ഞാൻ ഇതുവരെ അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ സദ്യ കഴിച്ചിട്ടില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പൈസ കൊടുത്ത് സദ്യ കഴിക്കുന്നത്. എപ്പോഴും കല്യാണത്തിനൊക്കെ പോലെ വീട്ടിൽ പോയിരിക്കുമ്പോഴൊക്കെയാണ് ഞാൻ കഴിക്കുക. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പം നമ്മൾ വേഗം ട്രെയിൻ സ്റ്റേഷനിൽ പോകും. ഇനിയിപ്പം ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഇപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആളുടെ പേരാണ് ജെബിൻ സാക്ക്. ഹീ ഈസ് മൈ മെൻറ്റർ ആൻഡ് ഹീ ഈസ് ദി റീസൺ ബിഹൈൻഡ് മൈ UK ജേർണി. ആൻഡ് എൻ്റെ കോഴ്സും എൻ്റെ കോളേജും എല്ലാം നോക്കി കണ്ടുപിടിച്ച് എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലൊക്കെ ഹോൾ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്നതാണ് ടീം ഹബിൾ ബബിൾ, വിച്ച് ഐ ഓൾറെഡി മെൻഷൻഡ് ഏർലിയർ ഇൻ മൈ ഫീഡ്സ് ആൻഡ് സ്റ്റഫ്. സോ ഹബിൾ ബബിളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹബിൾ ബബിളാണ് എനിക്കിഷ്ടമുള്ള കോഴ്സ്, എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ നിന്ന് ആദ്യത്തെ ആൾക്കാർ. ആൻഡ് ദേ ഹവ് ബിൻ വിത്ത് മീ ത്രൂ മൈ ജേർണി. സാധാരണ ഒരു ഏജൻസി പോലെ, ഏജൻസി എന്ന് എനിക്ക് അതിനെ വിളിക്കാൻ തോന്നില്ല, കാരണം ഏജൻസി അല്ലത്. ദാറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ഫാമിലി ടു മീ. അപ്പം ഹബിൾ ബബിളാണ് എന്നെ ഇന്ത്യയിൽ വെച്ചും ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ ഹെഡായിട്ടുള്ള ജെബിൻ UK റെസിഡൻറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ജെബിൻ ഇവിടെ വന്നതിന് ശേഷം ഹീ ഹെൽപ്ഡ് മീ അ ലോട്ട്. സോ ദാറ്റ്സ് ദി മെയിൻ പ്ലസ് പോയിന്റ് ഫോർ മീ ടു get into this group. because ഹബിൾ ബബിൾ നമ്മളവിടെ നമ്മളൊരു പ്രോഗ്രാമിന് നമ്മളെ നമ്മളൊരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവരങ്ങ് വിടത്തില്ല. ദേ ഫോളോ അപ്പ് ഇൻ UK ആസ് വെൽ. നമുക്ക് ഇവിടെയും ഒരാളെ റിലൈ ചെയ്യാൻ പറ്റും. സോ ഐ ഹാവ് ബീൻ ദെയർ ഫോർ മീ ആസ് എ ബ്രദർ, ആസ് എ മെന്റർ, എവറിഥിങ്. സോ ഐ ആം ഗോണ മീറ്റ് ഹിം നൗ. Guys, we are gonna meet Jebin Sack. Hello. Hi. Nice to meet you. Welcome back to Sheffield. Oh, welcome back to Sheffield again. Welcome to Sheffield. Thank you. How are you feeling now? I can't wait to have the sadhya. I mean, I'm good. Okay. So guys, this is David.
മൈ മെന്റർ, മൈ ഒരു ചെറിയ മൈ റോൾ മോഡൽ ആഫ്റ്റർ മൈ ഫാദർ. ഞാൻ ആദ്യമായിട്ട് പറയുന്ന നിങ്ങളെയാണ്. അങ്ങോട്ട് പോ. One of the highest accolades or I don't know, honor? Yes. Thank you. Wow. Yeah, so, how much years are you in UK? I'm like 7th year now. നല്ല വയസ്സുണ്ടല്ലേ. ഞാൻ 3 or 4 എന്നൊക്കെ വിചാരിച്ചേ. When did you come? End of 2018. 2018. ഇങ്ങനെ ഒരു വ്ളോഗറിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ നേരത്തെ? Vlogger, എല്ലായിടത്തും ഞാനാ vlogger. I mean, you know, I'm not a camera person or. ഞാൻ ക്യാമറ ആയിട്ട് പോകുമ്പോൾ ഐ യൂസ് ടു മേക്ക് ഫൺ ഓഫ് മൈ സിസ്റ്റേഴ്സ്. അവരെവിടെ പോയാലും ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഫോട്ടോ റീഷെയർ ചെയ്യുമ്പോ കുഴപ്പമില്ലല്ലോ. ആരെങ്കിലും നമ്മള് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സീനല്ല. ഓക്കെ, ഇതൊരു അക്കോമഡേഷൻ ആണ് സ്റ്റുഡൻസ്. കോളേജിന്റെ അടുത്ത് തന്നെ ഒരുപാട് അക്കോമഡേഷൻസ് ആണ്. Student friendly. I think it's one of the best cities for a student. I think so. Yeah. I mean, എല്ലാം അടുത്തടുത്താണ്. And you're going to meet my best friend. Best friend ആണോ ഫ്രണ്ട്സ് ആണോ? അത് കുറച്ചുണ്ടാവും കേട്ടോ. ഇവിടെ അങ്ങനെ അറിയാത്തായിട്ട് ഇപ്പൊ ആരും ഇല്ല. I mean, that's very obvious and evident from your vlogs or videos. ഇവിടെ വന്ന് full ഇൻട്രോവേർട്ട് ആവണമെന്നൊക്കെ എനിക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ പറ്റാറുണ്ട്. ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആവണമെന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി എപ്പോഴും കാണാമല്ലോ. This was my accommodation 2 days before. What do you mean 2 days before? Oh yeah. Yeah, I shifted here. Okay, അപ്പോൾ നമുക്ക് ഡ്രസ് ഒക്കെ ഇടണം. മുണ്ടൊക്കെ കൊണ്ടുവന്നോ? മുണ്ട് കൊണ്ടുവന്നു. നീ എന്താ മോളെ? ഹാഫ് സാരി, ദാവണി. നീയോടാ സൂര്യൻ. ഇപ്പൊ മൈ ഡെസിഗ്നേഷൻ നീ എങ്ങനെ അത് കൊണ്ടുവന്ന? നീ വന്നപ്പോ കൊണ്ടുവന്ന മറ്റേ ഈ സെപ്റ്റംബറിന്റെ ഒക്കെ ഒരു വെണ്ടയ്ക്കൊക്കെ കിട്ടിയിടി എന്നോട്. വെണ്ടക്കട വിത്ത് മൈ ഡെസിഗ്നേഷൻ. അപ്പം അവിടുന്ന് ഷർട്ട് മേടിച്ചു ഓണത്തിന്റെ. അപ്പൊ അതിന്റെ കൂടെ ഒരു ഡയറി ഉണ്ട് മാവേലിയുടെ. അതിന്റെ കൂടെ പിന്നെ വെണ്ടക്കട വിത്തും ഉണ്ട്. വീഡിയോഗ്രാഫർ എന്നൊക്കെയാണ് ഞങ്ങൾ പറയാറ്. ബിഗ് ഡേറ്റ അനാലിസ്റ്റ്. കെട്ടിയുള്ള ടൈറ്റ് ഉണ്ട്. വൈകിട്ട് ഷിഫ്റ്റ് ഉണ്ട്. സിനിമയ്ക്ക് പോണം. ഡാൻസറാണ്. ഇന്ന് അവന്റെ ഒരു ഡാൻസ് ഉണ്ട്. ഡാൻസറാണ്, കുക്കറാണ്. കുക്കറിന്റെ അപ്പം അല്ല മുട്ടക്കറി. അപ്പൊ നമുക്ക് ഡ്രസ് മരട് കാണാം. ഞങ്ങളെല്ലാം റെഡിയായി. അവർ മാത്രം റെഡി ആവതേ ഉള്ളൂ. അവരെല്ലാം നിന്നെ ഒരുക്കിയത്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരട്ടെ. ഞാനും കാണണം. ഞങ്ങള് 11 മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് ഇപ്പോൾ സമയം 1 o'clock. ലേറ്റ് ആവും എന്തായാലും. കേറ്റു പോവാ. ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റ് ഉണ്ടോ? ആർക്ക് ടിക്കറ്റ് ഇല്ല? എനിക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ? ഇതൊക്കെ ഊരിപ്പോവും. ഹിന്ദി വർഷത്തെ ആദ്യത്തെ സദ്യ. ആദ്യത്തെയോ? ഓ യാ. ഇവളെ എത്രാമത്തെയാണ് ഇവളെ? മൂന്നാമത്തെ. And yours? Second. രണ്ട് സെക്കൻഡ്. ഞാനത് കഴിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചു കുറച്ച്.
ഊബറിൽ വെച്ച് ഞങ്ങളുടെ ക്യാമറ പോയി. ഇൻവോയ്സ് ചെയ്യാം. ഏത് റെസ്റ്റോറൻറ്റിൽ ഇൻവോയ്സ് ചെയ്യണ്ടേ? ഞങ്ങള് എന്താ പറയണ്ടേ? ആദ്യത്തെ തന്നെ ശുഭാരംഭല്ലേ അവരുടെ വരുന്നുണ്ട്. വള്ളംകളിയാ. സദ്യ കേൾക്കാം ഗൈസ്. സോ ഇത് വടംവലിയുടെ സെറ്റപ്പ് ആണ്. And this is the Porsche warehouse where the event is happening. And this is Adil, the ultimate kindi. Ultimate kindi? No, bro. കണ്ണാടി നോക്കിക്കണ നീ. ഫിഷ് അതന്നെ, ഫിഷ് തന്നെ. ഇതൊക്കെ ഇത് സോഫാർ എങ്ങനെയുണ്ട് പരിപാടി? Food is nice. അത് മാത്രമേ കൊള്ളായിരുന്നുള്ളൂ. And we have Job ചേട്ടൻ on ഔട്ട്ഫിറ്റ് കാണിക്കുന്ന ഊറി. നീ കറങ്ങടാ. നീ കറങ്ങിട്ട് കാലിങ്ങനെ പോയി. എന്തു പടോടെ ഇത്? എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഭയങ്കര നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എന്നെ അറിയിക്കൂ. ചക്കരെ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? റോപ്പ് എന്ന് പറയുമ്പോ റോപ്പ് ടൈറ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ ഗോ എന്ന് പറയുമ്പോ വെടി തുടങ്ങുക. ടേക്ക് ദ റോപ്പ്. ആയിട്ടില്ലേ? ഗോ. എങ്ങനെയുണ്ടടാ വടംവലി കഴിഞ്ഞിട്ട്? ഇഞ്ചുറി കാണിച്ചേ. കരയിലിരുന്ന് വ്ളോഗ് എടുക്കുന്നപ്പോൾ എളുപ്പമുള്ള പരിപാടിയാണ്. കാല് നോക്കിയ കാലാണ്. നീ പറ. മൃദുലയുടെ ഒരു സബ്സ്ക്രൈബറാണ് മൃദുല. ഷെഫീൽഡിനെ എത്രയധികം ഫേമസ് ആക്കി മൃദുലക്ക് ആക്ച്വലി ഞങ്ങൾ താങ്ക്സ് പറയണം. താങ്ക് യു മൃദുല. താങ്ക് യു മൃദുല.
നേരെ വിശന്നിട്ട് സ്റ്റീമൻ സ്പേസിൽ വന്നു. I'm trying to find കപ്പ ആൻഡ് ഫിഷ് കറി ഇവിടെ ഇതിനകത്ത് കാണുന്നില്ല. പ്രോൺസ് പുട്ടുണ്ട് പക്ഷേ ഫിഷ് പൊള്ളിച്ചത് is my favorite. Oh, he was really nice. എനിക്ക് ആ സദ്യ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് കേറി പോയപ്പോ തന്നെ ഫസ്റ്റ് പന്തി ഫ്രഷ് ഫുഡ്. നമ്മള് ലാസ്റ്റ് പോകുന്നു വിചാരിച്ച അവിടെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ക്ലോസിംഗ് ആയിരിക്കും. പക്ഷെ ആദ്യത്തെ പന്തി നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത് അവളാണ് ഓർഡർ ഇല്ലില്ല, എനിക്ക് മന്തിയൊന്നും വേണ്ട. എനിക്ക് കൊച്ചിനായിട്ട് ഞാനൊരു ഫിഷ് പൊളിച്ചു. എന്റെ കൂടെ എന്താ ചപ്പാത്തി എന്തോ ചപ്പാത്തി മന്തി പറഞ്ഞാലോ? മന്തി ഉണ്ടാവും. ഞങ്ങളെ പറ്റി പറ. കമ്മിറ്റി മെമ്പേഴ്സിനെ പറ്റി 2 വാക്ക്. ഞാനത് പറയുന്നുണ്ടായുള്ളൂ. അല്ല, അത് എപ്പോഴും പരിപാടി വെക്കുമ്പോ ഒരു തല്ല് ഉള്ളതാണ്. കമ്മിറ്റ്മെന്റ് ആണ് ഗൈസ്, വർക്ക് കമ്മിറ്റ്മെന്റ്. ഇൻഫ്ലുവൻസർ സാരി എടുത്ത് രാവിലെ വന്നു. മറ്റേ ലവ് 7 PM 7 AM 7 PM 7 AM അതെടുക്കണോ? ഇവിടുത്തെ പിള്ളേരൊക്കെ അവിടെ സാരി വെച്ച് വന്നേക്കാം. അപ്പൊ ഇവിടെ പണിയെടുക്കാനില്ല. Oh my god. ഇത് റെക്കോർഡാണ്, കുഴപ്പമില്ല. Guys, please visit this restaurant and കഴിച്ച അതിന് ഫുഡ് കഴിച്ച അതിന് ഫുഡ് കഴിച്ച. ഇതിനകത്തുള്ള ഷെഫ് അവിടെ what do you fancy? What do you fancy? I fancy പുട്ട്. പുട്ടോ? ഇവിടുത്തെ ഇറച്ചി പുട്ട് പൊളിയാണ്. കപ്പ ഫിഷ് കറി ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട് അതുണ്ട്. ഇവൻ എന്താ പ്രശ്നം? It was really, thank you for being a very good interview ആണ് ഇവിടെ ഡിസ്റ്റർബ്. സോറി എന്റെ ബ്ലോഗിൽ ഡിസ്റ്റർബൻസ് ആണ്. 3:30 പ്രാക്ടീസ് ഉണ്ട്. അല്ല 3:30 കോമ്പറ്റീഷന് പോകണം നാളെ. വർക്ക്സ് ഓഫ് ഗോട്ട് ടാലന്റ്. എന്ത് ടാലന്റ്? ബ്രിട്ടൻസ് ഗോട്ട് ടാലന്റ്. വർക്ക്സ് ഓഫ് ബ്രിട്ടൻ പോലെ വർക്ക്സ് ഓഫ് ഗോട്ട് ടാലന്റ്. വർക്ക്സ് ഓഫ് ഇവിടുത്തെ ഒരു സ്ഥലത്തിന്റെ പേര്. ഓ സോറി, ആ ടൗൺ ഗോട്ട് ടാലന്റ് ആണ്. ഓഡിഷന് പോയി. What did you do? Dance. Oh, okay. സെമിയിൽ കയറി. സെമി is tomorrow. എനിക്ക് വയ്യ. Damn. All full like anybody can sing. Anybody can dance. Anybody can sing. Anybody can. Martial arts ഒക്കെ ഉണ്ട്. So semi-finals are how many people are there? Like കുറേ കാണുമല്ലോ. ഞാൻ കുറേ കാണും. ഒന്നില്ല. അക്ഷയ്, സൂര്യ, നിങ്ങളുടെ ഡാൻസിനെ പറ്റി കണ്ടോ? അല്ല, നിങ്ങളെ ഫസ്റ്റായിട്ട് ഡാൻസ് കളിച്ചതിന്റെ നമ്മളില്ലേ പറയട്ടെ. നല്ല അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച നല്ലൊരു മാസ്റ്ററാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഞങ്ങളെ പറയണം. നല്ല പരിപാടിയായിരുന്നു. ഇത് നല്ല പരിപാടിയായിരുന്നു. കമ്മിറ്റിക്കാരല്ല പറയേണ്ടത്. അതെ, നല്ല പരിപാടിയായിരുന്നു. നല്ല ഡാൻസ്. ഇത് നല്ലൊരു ഇതായിരുന്നു. ഇതിന്റെ നല്ല പരിപാടിയാണ്. ഞങ്ങളുടെ എല്ലാവരും ഇതും ഉണ്ടായിരിക്കുന്നത്. ഇതില് നമ്മൾ അങ്ങോട്ടും ഉണ്ടാവില്ലേ? നല്ലൊരു അങ്ങോട്ടും ഇത് അതുണ്ടാവും എനിക്ക്. കഴിഞ്ഞ വട്ടം ആമിയായിരുന്നു മലയാളി മങ്ക. ഗൈസ്, ഇവിടെ എല്ലാവരും ഉണ്ട്. പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റീം ഇട്ടാണ് വന്നിരിക്കുന്നത്. പരിപാടി കഴിഞ്ഞ് ഇവര് സ്പോൺസർ ചെയ്യുന്ന ഫുഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നതാ. അഞ്ചു ചേച്ചി കേക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുണ്ടോ അമ്മ? യൂട്യൂബ്. ശരിക്കും വയ്യ. മമ്മിയുടെ അടുത്ത് 2 വാക്ക് പറയണം. എപ്പോഴും പറയാറുണ്ട് എല്ലാം. മമ്മിയുടെ ബേബി ബോയ്. മമ്മിയുടെ ബേബി ബോയാ എല്ലാവരുടെയും. ചെയ്യുന്നുണ്ടോ? ഞാൻ വിളിച്ചായിരുന്നു. മമ്മി, ഞാൻ ഹെൽത്തി ഫുഡാണ്.
പപ്പ എടുത്ത് 2 പപ്പയ്ക്ക് സുഖം. ആര് ഇവർ 2 ഇൻവേർട്ടേഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. Inverters ഓ? ബിഗ് ബോസ് തുടങ്ങാൻ സമയമായി അവിടെ പോണില്ല, കാണാൻ പോണില്ല. വീട്ടിൽ പോയിട്ടാണ് ബിഗ് ബോസ് ഒന്ന് കാണാം. നമ്മളെല്ലാം ബിഗ് ബോസ് ഫാമിലിയാണ്. എന്തുവാനകത്തുള്ളേ? അതല്ല വേറെ കുറെ ആൾക്കാർ ബിഗ് ബോസിന്റെ മെയിൻ കർത്താവാണ് ആ ബാഗ് തിരിഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് കാണാൻ സമയമായില്ലേ? എന്റെ പൊന്ന്. എന്താടാ കഴിച്ചത്? എന്താണിത്? കട കാണിക്കില്ല. ഓ ഇല്ല, കട ആർക്കും മനസ്സിലാവല്ല. നീ എന്തൊക്കെ കഴിച്ചാ അതില്? ഏത് ഡിഷ്? കുൻകുനാഫിയ? 5 കൊല്ലം അറിയുന്നുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ അതൊക്കെ. മാറിയില്ലേ ഇപ്പൊ? പേരെന്താ പറയണ്ടേ ബ്രോ? എടാ എന്താ സത്യത്തിന്റെ പേരെന്താ? ഞാൻ മനു ഉണ്ടെങ്കിൽ വിളിക്ക്. എടേ ഗുനാഫി മുസ്തു അല്ലല്ലേ? How's your food? Good. എന്താ കഴിച്ചേ? മീൻ എന്റെ ഫുഡല്ലേ? അതിന് മീൻ എന്റെ അല്ലേ? ഇതുണ്ടോ? കൊണ്ടോ? എന്റെ മീൻ ഇരിക്കുന്നുണ്ടോ? അറ്റാക്ക്. അതാണ് മാമിന്റെ ഫുഡ് എങ്ങനെ ഉണ്ടാവും? അയ്യോ, ഞാൻ പുട്ടായിരുന്നു കഴിച്ചത്. ആരുടെ പുട്ട്? നാട്ടുകാരുടെ. നല്ല ടേസ്റ്റാണ്. സീമൻസ് റൈസോ? ഓ, അതിന്റെ ഷോപ്പിന്റെ പേരെന്താ? ഓ, സ്റ്റീം ആൻഡ് സ്പൈസസ്. സ്പൈസ് എന്ന് പറഞ്ഞാൽ പൊടി, പൊടികള്. സ്പൈസ് എന്ന് പറഞ്ഞാൽ സ്പൈസ് എന്ന് പറഞ്ഞ സ്പൈസസ് മറ്റേ ഇത് നമ്മുടെ അതൊക്കെ തന്നെ. പൊടികള്. സ്പൈസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അരോമ ദ്രവ്യങ്ങൾ. സുഗന്ധമില്ല, ദ്രവ്യങ്ങൾ. പുകയും സുഗന്ധദ്രവ്യങ്ങളിലുമാണ് നമ്മളിപ്പോ ഉള്ളത്. എടി മലയാളി മങ്കയിലാണ് പറഞ്ഞേക്ക് ഞാൻ പുകയിലും സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് ഫുഡ് ആഹാരം കഴിച്ചു എന്നൊക്കെ പറയേണ്ടി വന്നത്. അങ്ങനെ പ്രോപ്പർ മലയാളത്തിലാണ് ഇവളുണ്ട്, ഇവക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കഴിഞ്ഞ വർഷമായിട്ട് പോയത്. എന്റെ പൊന്നെ, പക്ഷെ സുഗന്ധം എന്തിനകത്ത്? വൈസർ സുഗന്ധം അല്ലെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ രണ്ടും പറയും. ഇതാണ് ഫ്രെയിം തിയറിയുടെ ഓർഗനൈസേഴ്സ്. നല്ല ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. താങ്ക് യു ഫോർ ടുഡേ. ശരി, എന്താ Jalla signing off from the restaurant. ആ മുടിയൊക്കെ കണ്ടോ?
ഗൈസ് രാവിലെ 11 മണിക്ക് തുടങ്ങിയ ഓണം പ്രിപ്പറേഷൻസ് ആൻഡ് സ്റ്റഫ് ഇപ്പം രാത്രി 11 ആയപ്പം എൻഡായി. ഞങ്ങളെല്ലാവരും ഇനി എന്താ പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഈ 2 മഹാന്മാര് വന്നിട്ടില്ല, അതുകൊണ്ട് ഇവരോട് ചോദിക്കുന്നില്ല. റെസ്റ്റ് ഓഫ് ദി ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇന്നത്തെ ഫുഡ്? എനിക്ക് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. നിനക്കെന്താ ഇഷ്ടപ്പെട്ട? എന്തൊക്കെ കള്ളത്തരം കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ. എനിക്ക് ഓണത്തല്ല്. പിന്നെന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഡാൻസ്. പ്രചോദനമല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഡാൻസ് ആണ്. എന്റെ സൂര്യയുടെ അക്ഷയുടെ ഒക്കെ ഡാൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹൈലൈറ്റ് അക്ഷയായിരുന്നു. എല്ലാരും തമ്മി പേയ്മെന്റ് മേടിച്ചിട്ടാണോ നിൽക്കുന്നത്? അതെടുത്തത് ഐശ്വര്യാണ്. അത് എനിക്ക് എടുത്തു തന്നത്, സെലക്ട് ചെയ്ത് എടുത്തു തന്നത് തന്നെ അവർക്ക് കബീറാണ്. ഓക്കെ, അപ്പം ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ഒരു വ്ളോഗുമായിട്ട് ഞാൻ ഇനിയും വരും, കൂടെ ആരെല്ലാം കാണും ആ സമയത്ത്. സോ ജെവിൻ, താങ്ക് യു ഫോർ കമ്മിങ് ടുഡേ. Thank you for tolerating all of us. I hope you had a great time. I had a good time. നീ വരുമോ? അതോ ഫോൺ എടുത്ത് പറഞ്ഞു ഓക്കെ, അപ്പം അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ദിസ് ഇസ് മീ മൃദുല സൈനിങ് ഓഫ്. എല്ലാവരും ഗുഡ് നൈറ്റ്.